ഹായ് ഗായ്സ്, അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി കേട്ടോ. അപ്പോഴാണ് റിയലൈസ് ചെയ്തത് നാളെ തിരിച്ചു പോകണമെന്നുള്ള കാര്യം. അങ്ങനെ ഇരിക്കുമ്പോൾ നജീബ്രോയുടെ കോൾ വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കറങ്ങാനായിട്ട് നൈറ്റ് ഇറങ്ങി. ഫസ്റ്റ് നമ്മൾ പോയത് ഇവിടുത്തെ ചായക്കടയിലാണ്. ഇവിടുന്ന് നമ്മൾ കുറച്ച് സ്നാക്സും ടീയൊക്കെ കുടിച്ച് കുറച്ച് റിലാക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പോയത് ഇവരുടെ സ്പെഷ്യൽ അൽവ, ലക്ഷദ്വീപിലെ സ്പെഷ്യൽ അൽവ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പ്രത്യേകം അവരുടെ ആ ഫില്ലിങ്ങും അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഓരോരോ സ്ഥലങ്ങളൊക്കെ കണ്ട് കണ്ട് നമ്മൾ പോവുകയാണേ. നമ്മുടെ കൂടെ നജീബ് റോയും ഉണ്ട്. നൈറ്റ് ഈ സ്ഥലത്തൊക്കെ ഇങ്ങനെ പോകാൻ ഒരു പ്രത്യേക രസം തന്നെ കേട്ടോ. ഇതുപോലെ ഇവിടെ വരെ ഒരു അവസരം കിട്ടുന്നുണ്ടെങ്കിൽ ലൈഫിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ നാട് സ്പെഷ്യലായി നമുക്ക് ഒരുപാട് മെമ്മറീസ് തന്നു കേട്ടോ. ഒരു യാത്ര ഏറ്റവും മനോഹരമാക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. തിരഞ്ഞെടുക്കുന്ന സ്ഥലം, അവിടുത്തെ കാഴ്ച, അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ ഫുഡ്, ആളുകൾ, എല്ലാത്തിനും ഉപരി നമ്മൾ കൂടെ കൂട്ടുന്ന ആൾ. അങ്ങനെ ഒത്തുകിട്ടിയ ഒരു യാത്രയായിരുന്നു കേട്ടോ നമ്മുടേത്. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ഈ റൂമിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി. നല്ല വിഷമമുണ്ട്, എന്നാലും വീട്ടിൽ പോയല്ലേ പറ്റൂ. അങ്ങനെ നമ്മൾ ഇറങ്ങി. അങ്ങനെ കറക്റ്റ് ടൈമിൽ തന്നെ നജീബ് ബ്രോയും എത്തി. ബ്രോയെ കോണ്ടാക്ട് ചെയ്ത് ബ്രോയുടെ സ്വന്തം ബ്ലൂ ട്രാവൽസിലൂടെ പാക്കേജ് എടുത്താണ് കേട്ടോ നമ്മൾ ഈ ലക്ഷദ്വീപിലേക്ക് വന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും സൂപ്പറായിരുന്നു കേട്ടോ ഈ ട്രിപ്പ്. അത്രയും എൻജോയ് നമ്മൾ ചെയ്തു. അതിനെല്ലാം ഹെൽപ്പ് ചെയ്തത് ഈ നജീബ് ബ്രോയാണ് കേട്ടോ. നമ്മുടെ കൂടെ തന്നെ നിന്ന് നമ്മളെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കിയ ആൾ ഫുൾ സപ്പോർട്ടീവായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ലക്ഷദ്വീപിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നജീബ് റോയെ തന്നെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ ട്രിപ്പ് അടിപൊളിയാക്കി തരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ.